നിങ്ങളുടെ പ്രൈവസിയിലേക്ക് ഇൻട്രൂഡ് ചെയ്യാനൊന്നും എനിക്ക് താല്പര്യമില്ല. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. എത്രയും പെട്ടെന്ന് അച്ഛൻ്റെ മനസ്സിനെ അലട്ടുന്ന ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്തണം. അതിന് അപ്പു തന്നെ മുൻകൈ എടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി പുറത്തുനിന്ന് ആരുടെയെങ്കിലും ഒരു സഹായം വേണമെന്ന് എപ്പോഴെങ്കിലും തോന്നിയാൽ അപ്പുവിന് ധൈര്യമായിട്ട് എൻ്റെ ഡെയ്സി ടീച്ചറെ വിളിക്കാം. എൻ്റെ മമ്മിയായതുകൊണ്ട് ഞാൻ പുകഴ്ത്തി പറയുന്നൊന്നുമല്ല കേട്ടോ. ജീവിതത്തിൽ ഇത്രയേറെ സ്ട്രഗിൾ ചെയ്തൊരു സ്ത്രീ ഡെയ്സി ടീച്ചറെ പോലെ വേറെ ആരും ഉണ്ടാവില്ല. ആ അനുഭവ പരിചയം വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം. എനിവേ, അറ്റ് ദ ഏർലിയസ്റ്റ് ഇതിനൊരു സൊല്യൂഷൻ കണ്ടേ പറ്റൂ. അല്ലെങ്കിൽ ഇനി ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഫേസ് ചെയ്യേണ്ടി വന്നേക്കും. ഇത്തവണത്തെ പോലെ നിസ്സാരമായി നമുക്കത് ഓവർകം ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പേടിക്കണ്ട, ജസ്റ്റ് ഒന്ന് അലേർട്ടായിരിക്കാൻ വേണ്ടി പറഞ്ഞതാ. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. ആൻറ്റിയോട് പറഞ്ഞാൽ മതി. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. മെഡിക്കൽ റിപ്പോർട്ട്. സന്തോഷമായില്ലേ നിനക്ക്? അച്ഛനെ അവസ്ഥയിൽ കൊണ്ടെത്തിച്ചപ്പോ തൃപ്തിയായില്ലേ നിനക്ക്? സ്വന്തം മനസ്സ് പറയുന്ന ജീവിതത്തിന് വേണ്ടി നീ വാശി പിടിക്കുമ്പോ അതൊന്നും ഉൾക്കൊള്ളാനാവാതെ ഹൃദയം പൊട്ടി മരിക്കുന്ന അച്ഛൻ്റെ അമ്മയുടെയും മുഖം കൂടി ഓർമ്മയിൽ വയ്ക്കണം നീ. അവർക്കെന്തോ കാര്യമായ ഒരു പ്രോബ്ലം ഉണ്ട് ജോ. എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. ആഹാ, മമ്മി ഇതുവരെ ആ കാര്യം മനസ്സിൽ നിന്ന് വിട്ടില്ലേ? എന്തോ വിജയുടെ കാര്യം നീ വന്ന് പറഞ്ഞപ്പം മുതൽ എന്തോ ഒരു സങ്കടം. ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ച പോലെ ഒരു അന്തരീക്ഷമല്ല ഇപ്പൊ അവിടെ. അന്നവിടെ പോയപ്പോഴേ എനിക്കങ്ങനെ തോന്നിയായിരുന്നു. ഇപ്പൊ ഇങ്ങനെയും കൂടെ കേട്ടപ്പോ ഒരു കാര്യം ഉറപ്പാ ജോ, മുരളിയുടെയും വിജയുടെയും ഫാമിലികൾ തമ്മിൽ എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ട്. നിനക്ക് തോന്നിയില്ലേ അങ്ങനെ? അത് ഞാൻ അപ്പോഴേ മമ്മിയോട് പറഞ്ഞല്ലേ. മമ്മി പറഞ്ഞതുപോലെ ഒരടുപ്പവും സൗഹൃദമൊന്നും എനിക്കവിടെ ഫീൽ ചെയ്തതേയില്ല. പിന്നെ ആ കുട്ടിയില്ല അപ്പു, അതൊരു മിസ്റ്റീരിയസ് ക്യാരക്ടറാണെന്ന് തോന്നി. ഇന്ന് ആ കുട്ടിയോട് സംസാരിച്ചപ്പോ ആ തോന്നൽ ഒന്നുകൂടി ബലപ്പെടുകയും ചെയ്തു. ശരിയാ, അന്ന് അശ്വതിയുടെ വീട്ടിൽ വെച്ചും വളരെ ഡിഫറൻ്റ് ആയിട്ടാ ആ കുട്ടി പെരുമാറിയത്. അശ്വതിയുടെ സംസാരത്തിലും അവർക്കതിനോടുള്ള ഒരു താല്പര്യക്കുറവ് പ്രകടമായി. ഒരുപക്ഷെ അവളെ ചുറ്റിപ്പറ്റിയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളാവാം വിജയുടെ ടെൻഷൻ. മേ ബി അതിനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. ചിലപ്പം വല്ല അഫെയറോ ലവ് ഫെയിലിയറോ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസും ആവാം. പക്ഷെ ജോ, എനിക്കറിയാവുന്ന വിജയ് അത്തരം കാര്യങ്ങളിലൊന്നും ഇങ്ങനെ പാനിക് ആവുന്ന ഒരാളേ അല്ല. കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യാനും സ്ട്രെസ് മാനേജ് ചെയ്യാനും പരിശീലിപ്പിക്കുന്ന ഒരാൾക്ക് വളരെ കൂൾ ആൻഡ് ഈസിയായി അത്തരം കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ലേ? പ്രത്യേകിച്ചും ഗീതയെ പോലെ വളരെ സെൻസിബിളായ ഒരു പാർട്ട്ണർ കൂടെ ഉള്ളപ്പോ. എനിക്കുറപ്പാ ഇത് മറ്റെന്തോ കാര്യമാണ്. എന്തെങ്കിലും ആവട്ടെ മമ്മി, നമ്മളോട് ഷെയർ ചെയ്യാൻ അവർ തയ്യാറാവത്തോടത്തോളം പിന്നെ നമ്മൾ എന്തിനാ അതേക്കുറിച്ച് ബോധേഡാവുന്നത്? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്കിളിനോ അവർക്കോ മമ്മിയോടെങ്കിലും തുറന്ന് സംസാരിക്കായിരുന്നില്ലേ? അവരതിന് തയ്യാറാവുന്നില്ലെങ്കിൽ
അതിനർത്ഥം അവരത് മറ്റാരോടും ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് തന്നെയാണ്. പിന്നെ നമ്മൾ എന്തിനാ അതിനെക്കുറിച്ച് ആലോചിച്ച് തല പുണ്ണാക്കുന്നത്? എന്നാലും ഇതാ മമ്മിയുടെ കുഴപ്പം. മറ്റുള്ളവരുടെ കാര്യം തലയെ കയറ്റി വെച്ച് ആവശ്യമില്ലാത്ത പ്രഷർ എടുക്കും. അതെ, ഇത്രയും കാലം എന്നെയും കൊണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ എന്റെ പാവൻ ടീച്ചർ. ഇനിയെങ്കിലും ഉള്ള കാലം ഹാപ്പി ആയിട്ട് ജീവിക്കണ്ടേ നമുക്ക്? അതിനുവേണ്ടിയാണ് നമ്മൾ ഇവിടേക്ക് വന്നത്. അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും തലയെ കയറ്റി വെച്ച് ഉള്ള സന്തോഷവും സമാധാനവും ഇല്ലാതാക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ടീച്ചർ വന്നേ, നമുക്ക് വല്ലതും കഴിക്കാം. എനിക്ക് നല്ല വിശപ്പ്. വന്നേ വന്നേ വന്നേ. ഹലോ. ആ ഗീത, വിജയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ആള് നേരത്തെ കിടന്നു. ഉറക്കായോ? മയങ്ങിയും തോന്നുന്നു. ഫോൺ കൊടുക്കണോ? ആഹാ, വേണ്ട വേണ്ട. പാവം ഉറങ്ങിക്കോട്ടെ, ഡിസ്റ്റർബ് ഒന്നും ചെയ്യണ്ട. ഞാൻ ഗീതയോട് സംസാരിക്കാനാ വിളിച്ചത്. ഗീതേ, പെട്ടെന്ന് വിജയ്ക്ക് ഇങ്ങനെ സംഭവിക്കാനും മാത്രം എന്താ ഉണ്ടായത്? വിജയ്ക്ക് പേഴ്സണലായി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഗീതയുടെ അറിവിൽ അങ്ങനെ എന്തെങ്കിലും? അങ്ങനെയൊന്നുമില്ല ഡേസി. വർക്ക് ലോഡ് കൂടിയതിന്റെ സ്ട്രെസ്സാവുന്ന ജോബിൻ പറഞ്ഞത്. ജോബ് എന്നോടും അങ്ങനെ തന്നെയാ പറഞ്ഞത്. പക്ഷേ വിജയ് പോലെ വർക്ക് ഹോളിക്കായിട്ടുള്ള ഒരാൾക്ക് അങ്ങനൊരു സ്ട്രെസ് വരേണ്ടതല്ലോ. അതാ ഞാൻ ചോദിച്ചത്. ഇനി മോളുടെ കാര്യത്തിൽ വിജയ്ക്കും ഗീതയ്ക്കും എന്തെങ്കിലും ടെൻഷനുണ്ടോ? അന്ന് കണ്ടപ്പോ അവൾക്കെന്തോ മൂഡ് ഓഫ് ഉള്ളതുപോലെ തോന്നി. ഗീതയോടാകുമ്പോ എനിക്ക് തുറന്നു ചോദിക്കാമല്ലോ. ഒന്നുമില്ല ഡേസി, അവക്ക് മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. ഞാൻ എൻ്റെ ഒരു ആൻസൈറ്റി കൊണ്ട് ചോദിച്ചതാ. ജോ വന്ന് വിവരങ്ങളൊക്കെ പറഞ്ഞപ്പോ ഞാൻ ആകെ അങ്ങ് വിഷമിച്ചു പോയി. ആ സമയത്ത് ജോബ് അവിടെ ഉണ്ടായിരുന്നത് ഒരു അനുഗ്രഹമായി. അതെ അതെ, ഞാനും അത് അവനോട് പറഞ്ഞു. സാരമില്ല, ഗീത വിഷമിക്കണ്ട. ഇനി വിജയുടെ കാര്യം ജോ ഫോളോ അപ്പ് ചെയ്തോളൂ. ആ, മരുന്ന് മുടങ്ങാതെ നോക്കണേ. വിജയോട് പറ നന്നായിട്ട് റെസ്റ്റ് എടുക്കാൻ. ഇനി ജോലിയൊക്കെ ചെക്കപ്പ് കഴിഞ്ഞിട്ട് മതിയെന്ന് വെക്കണം. ഞാൻ പറഞ്ഞാൽ അതൊന്നും BP കേക്കില്ല ഡേസി. ഗീത വിഷമിക്കണ്ട, അതൊക്കെ ഞാൻ ജോബിനെ കൊണ്ട് പറയിപ്പിക്കാം. പിന്നെ അപ്പു ഉറങ്ങിയോ? അവള് റൂമിലാ, ഉറങ്ങിക്കാണും. ശരി, ഞാൻ നാളെ വിളിക്കാം. സമാധാനത്തോടിരിക്കെ. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നീ എങ്ങോട്ടാ പോ? കോളേജിലേക്ക്. കോളേജിലേക്കോ? അപ്പോൾ ഇന്നലെ ഇവിടെ നടന്നതൊക്കെ ആവർത്തിക്കാൻ തന്നെയാണോ നിന്റെ ഉദ്ദേശം? ഞങ്ങളെ വിഷമിപ്പിച്ച് നാണം കെടുത്തിയിട്ട് മതിയായില്ലേ നിനക്ക്? നീ ഒരാള് കാരണാ അച്ഛനീ അവസ്ഥ വന്നത്. എന്നിട്ട് നിനക്കൊരു കുറ്റബോധമോ സങ്കടമോ ഒന്നുമില്ലല്ലോ. കഷ്ടം. എന്താ നീ ഇങ്ങനെ? ഞാൻ എന്ത് ചെയ്തുന്നാ? മാളുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു ആദ്യം നിങ്ങളുടെയൊക്കെ പ്രശ്നം. അതിൽ നിന്ന് ഞാൻ സ്വയം ഒഴിവായില്ലേ? ഒരുമിച്ച് ഒരേ ക്ലാസ്സിലായിരുന്നിട്ട് കൂടി ഞാനിപ്പോൾ അവളോടൊന്നും സംസാരിക്കാറ് പോലുമില്ല. ഇതിൽ കൂടുതൽ ഞാൻ എന്താ വേണ്ടത്?
അതൊന്നും അല്ല ഞങ്ങൾ ഇപ്പോഴത്തെ പ്രശ്നം. നിന്റെ ഈ വേഷം കേട്ടാ അതൊന്നും വെച്ച് മതിയാക്കപ്പോ. സോറി, അതിന് മാത്രം എന്നെ ആരും നിർബന്ധിക്കരുത്. നിങ്ങൾക്കിതൊക്കെ ഒരു വേഷം കെട്ടായിരിക്കും, പക്ഷെ എനിക്കിതെന്റെ മനസ്സാണമ്മേ. ഒന്ന് നിർത്തുന്നുണ്ടോ? മനസ്സ് പോലും നിനക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും ഉണ്ട് ഈ പറയുന്ന മനസ്സും മനസാക്ഷിയൊക്കെ. അതിനെക്കുറിച്ച് നീ എപ്പോഴെങ്കിലും ഒരു നിമിഷമെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നീ കാരണം ഇപ്പൊ ഞങ്ങൾ അനുഭവിക്കുന്ന വേദനയും അപമാനവും എത്രയാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ നീ? പറ പോ. കുഞ്ഞുനാൾ മുതല് നിന്റെ ഇഷ്ടത്തിനും രീതിക്കും എല്ലാ സ്വാതന്ത്ര്യങ്ങളും തന്ന് നിന്നെ വളർത്തിയതാണോ ഞങ്ങൾ ചെയ്ത തെറ്റ്? അതിന്റെ പ്രത്യുപകാരമാണോ നീ ഇപ്പൊ ഞങ്ങളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്റെ കാര്യം വിട്ടേക്ക്. നിന്നെപ്പോലെ ഒരുപാട് കുട്ടികൾക്ക് നല്ല നിലയിൽ ഒരു ജീവിതം ഉണ്ടാകാൻ വഴി കാണിച്ചു കൊടുക്കുന്ന ആളാ നിന്റെ അച്ഛൻ. അങ്ങനെ ഒരാൾക്ക് സൊസൈറ്റി കൊടുക്കുന്ന റെസ്പെക്റ്റും റെപ്യൂട്ടേഷനും എന്താണെന്ന് നിനക്ക് നന്നായിട്ടറിയാം. ആ മനുഷ്യനാണിന്ന് നീ കാരണം എല്ലാം തകർന്നിരിക്കുന്നത്. ഇന്നലെ ജോബിൻ പറഞ്ഞേക്ക് നീയും കേട്ടതാണല്ലോ. അച്ഛന്റെ ജീവനും ജീവിതവും വെച്ചാ നീ ഇപ്പൊ കളിക്കുന്നത്. അത് നീ മറന്നു പോകരുത്. ജന്മം തന്നവരുടെ ജീവൻ എടുത്തിട്ടല്ല സ്വന്തം മനസ്സിന്റെ സന്തോഷം കണ്ടെത്തേണ്ടത്. അച്ഛാ, ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാനൊരു കാര്യം തുറന്നു ചോദിച്ചോട്ടെ? എന്താ പോലും അറിയണ്ട്? ഞാൻ ഇങ്ങനെ ഈ വീട്ടിൽ കഴിയുന്നതിൽ അച്ഛന് ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ അമ്മയോടും കൂടിയാ ചോദിക്കുന്നത്. എന്റെ പ്രസൻസ് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവുന്നുണ്ടെങ്കിൽ ഞാൻ ഹോസ്റ്റലിലോ മറ്റോ മാറിക്കോളാം. കോഴ്സ് കഴിയുന്നിടം വരെയുള്ള ബുദ്ധിമുട്ടല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞ് ആർക്കും ഒരു ശല്യമാവാത്ത തരത്തിൽ ഹയർ സ്റ്റഡീസിന് ഞാൻ വേറെ ഏതെങ്കിലും നാട്ടിൽ പോയിക്കോളാം. എന്നാലും നീ നിന്റെ മനസ്സ് മാറ്റില്ലെന്നല്ലേ? അതിന് പറ്റുമായിരുന്നെങ്കിൽ നിങ്ങളെയൊന്നും എനിക്കിങ്ങനെ സങ്കടപ്പെടുത്തേണ്ടി വരുമായിരുന്നില്ലല്ലോ. അച്ഛനെന്താ ഒന്നും മിണ്ടാത്തെ? നമുക്ക് രണ്ടു കൂട്ടർക്കും അക്സെപ്റ്റബിൾ ആയ ഒരു വഴിയാണ് ഞാൻ പറഞ്ഞത്. അപ്പോ ഇക്കാര്യത്തിൽ രണ്ടു കൂട്ടരെയും തൃപ്തിപ്പെടുത്തിയൊരു സൊല്യൂഷൻ അങ്ങനൊന്നില്ല. നീ ഇവിടുന്ന് എവിടെ പോയാലും ഞങ്ങളുടെ മകളല്ലാതാവില്ലല്ലോ. അങ്ങനെ ആയിരിക്കുന്നിടത്തോളം കാലം നിന്റെ ഐഡന്റിറ്റി എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങളതിന് ആൻസറബിളാണ്. ഞങ്ങൾക്ക് ആകെ ഒരു മകളെ ഉള്ളൂവെന്നും ആ കുട്ടി ഇപ്പോഴും ഒരു പെണ്ണായി ജീവിക്കുന്നുവെന്ന് ഞങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയണം. അതല്ലാതെ ഈ പ്രശ്നത്തിന് മറ്റൊരു സൊല്യൂഷൻ ഇല്ല. എന്തു പറയുന്നു? ഐ എം സോറി. അപ്പോ വേണ്ട ഗീത, വേണ്ട. നമ്മളെപ്പോലുള്ളവരെല്ലാവരും നേരിടുന്നൊരു പ്രശ്നം തന്നെയാണിത്. നമ്മൾ സ്നേഹിക്കുന്ന, തിരിച്ച് നമ്മളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണമോ വേണ്ടയോ എന്നറിയാതെ പകച്ചു നിൽക്കേണ്ടി വരുന്നൊരവസ്ഥ. ഒരുപക്ഷെ വീട്ടുകാരുടെ ഉപദ്രവത്തെക്കാളും ഭീഷണിയേക്കാളും നമ്മളെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്നത് നമ്മൾ കാരണം അവർ വിഷമിക്കുന്നത് കാണുമ്പോഴായിരിക്കും. എന്റെ പ്രശ്നം എന്താണെന്ന് അറിയുമ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുകയും ചേർത്ത് പിടിക്കുകയൊക്കെ ചെയ്യുന്നത് എൻ്റെ അച്ഛനായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു പോയി. പക്ഷെ അച്ഛനിൽ നിന്ന് തന്നെയാ ഇപ്പം ഏറ്റവും കൂടുതൽ വെറുപ്പും
ഭീഷണിയും നേരിടേണ്ടി വരുന്നത്. ചേച്ചി പറഞ്ഞതുപോലെ ഉപദ്രവവും ഭീഷണിയൊന്നും ഞാനും അത്രയ്ക്ക് കാര്യമാക്കുന്നില്ല. പക്ഷെ ഞാൻ കാരണം അച്ഛനും അമ്മയ്ക്കും എന്തെങ്കിലും സംഭവിച്ചു പോയാൽ പിന്നീട് ഒരിക്കലും സ്വസ്ഥമായിട്ട് ജീവിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർക്ക് വേണ്ടി ഞാനല്ലാതായ പിന്നെ എനിക്കൊരു ജീവിതമില്ല. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഈ ഘട്ടമെന്ന്. അതൊന്ന് തരണം ചെയ്ത് കിട്ടിയാൽ പിന്നൊരു ധൈര്യമാണ് എല്ലാത്തിനും. പിന്നെ കോളേജിൽ പോകുന്ന കാര്യം എന്ത് തീരുമാനിച്ചു? എനിക്കറിയില്ല ചേച്ചി. പോകണമെന്ന് തീരുമാനിച്ച് തന്നെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പക്ഷെ പലതും ആലോചിക്കുമ്പോൾ എന്ത് വേണമെന്നറിയാത്തൊരു കൺഫ്യൂഷൻ. അതാ ഞാൻ ചേച്ചിയെ വിളിച്ചത്. നിന്റെ വിഷമം എനിക്കറിയാം അപ്പോ. അതുകൊണ്ടാണ് ജോലി തിരക്കിനിടയിലും ഞാൻ ഓടി വന്നത്. നിന്റെ അത്ര വിവരം പഠിപ്പൊന്നും എനിക്കില്ല. നമ്മുടെ രണ്ടുപേരുടെയും ജീവിത സാഹചര്യം ചുറ്റുപാടുമെല്ലാം നല്ല വ്യത്യാസമുണ്ട്. പക്ഷെ അനുഭവിക്കേണ്ടി വരുന്ന ടെൻഷനും സങ്കടമൊക്കെ ഏതാണ്ട് ഒന്ന് തന്നെയാണ്. നീ നിനക്ക് വേണ്ടി ജീവിക്കണോ അതോ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കണോ? അതല്ലേ ഇപ്പം നിന്റെ മനസ്സിൽ നടക്കുന്ന ഒരു വടംവലി. ആ മത്സരത്തിൽ മറ്റുള്ളവരുടെ ഭാഗമാണ് ജയിക്കുന്നതെങ്കിൽ പിന്നെ നിനക്ക് നീ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം ഉണ്ടാകില്ല. ഇനി നീയാണ് ജയിക്കുന്നതെങ്കിൽ നീ സ്നേഹിക്കുന്നവർ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാൻ നിനക്ക് പറ്റുകയില്ല. അതാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്, ഇതൊരു കീറാമുട്ടി അവസ്ഥയാണെന്ന്. പക്ഷെ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാനൊരു കാര്യം പറയാം അപ്പോ. മറ്റുള്ളവർക്ക് വേണ്ടി നീ ഒരു ഒത്തുതീർപ്പിന് തയ്യാറായാൽ അവർക്ക് സമാധാനവും സന്തോഷം കിട്ടുമെന്നൊക്കെ നീ വിചാരിക്കുന്നത് വെറുതെയാ. പിന്നീട് അങ്ങോട്ടുള്ള കാലം മുഴുവനും നിന്നെ നിന്റെ വീട്ടുകാർ ഭയന്നും സംശയിച്ചുമായിരിക്കും കഴിയുന്നത്. ഇനി ഒരിക്കലും നിന്റെ മനസ്സിൽ ഇങ്ങനെയൊരു ചിന്തയുണ്ടാവാതിരിക്കാനുള്ള എല്ലാ വഴിയും അവർ നോക്കും. നിന്നെ വേഗം കല്യാണം കഴിപ്പിക്കും. അങ്ങനെ ഒരു ജീവിതത്തിനോട് നിനക്ക് പൊരുത്തപ്പെടാൻ പറ്റുമോ? അതറിഞ്ഞുകൊണ്ട് തന്നെ. അപ്പം വേറെ ആളുടെ ജീവിതം കൂടി താറുമാറാവും. പിന്നെ അടിയായി പ്രശ്നങ്ങളായി. ചുരുക്കി പറഞ്ഞാൽ എന്തിനു വേണ്ടിയാണോ നീ ഒത്തുതീർപ്പിന് തയ്യാറായത് അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവുന്നില്ല. തൽക്കാലത്തേക്ക് എല്ലാവർക്കും ഒരു ആശ്വാസം തോന്നുമെങ്കിലും ഭാവിയിൽ അത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ല അപ്പോ? ചേച്ചി പറഞ്ഞത് 100% ശരിയാ. ഒരിക്കൽ നമ്മളെല്ലാം തീരുമാനിച്ചുറപ്പിച്ചിറങ്ങിയാൽ പിന്നെ തിരിഞ്ഞു നടക്കാതിരിക്കുക തന്നെയാണ് നല്ലത്. അങ്ങനെ ഒരു തിരിച്ചുപോക്ക് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പ്രയോജനം ഉണ്ടാവുന്നില്ല അപ്പോൾ. ആ എത്തിയോ? എൻ്റെ ചേച്ചിയും മോനുവാ. ഒരു മിനിറ്റേ. നീ ചോദിച്ചത്ര കാശൊന്നുമില്ല സുമേ. എന്നാലും 4500 രൂപയുണ്ട്. തൽക്കാലം ഇതുകൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ നടത്ത്. ഓപ്പറേഷൻ്റെ സമയമാകുമ്പോഴേക്കും എന്തെങ്കിലും കൂടെ ഞാൻ നോക്കാം. രവിയേട്ടനപ്പം എങ്ങനെയുണ്ട്? അതേ കിടപ്പ, വലിയ മാറ്റമൊന്നുമില്ല. നാളെ ചെക്കപ്പിന് കൊണ്ടുപോകണം. എൻ്റെ കയ്യിൽ എവിടുന്ന കാശ്? അതാ ഞാൻ നിന്നെ ബുദ്ധിമുട്ടിക്കുന്നത്. അതൊന്നും സാരില്ല ചേച്ചി, കാര്യങ്ങൾ നടക്കട്ടെ. നീ നാളെ ചെക്കപ്പിന് കൊണ്ടുപോ. അമ്പിളിക്കുട്ട, മോനെ അമ്പിളിക്കുട്ട. വേണ്ട വേണ്ട. ഇതിരിക്കട്ടെടി, വല്ല 10,000 അടിച്ചാ അതാവൂല്ലോ. എന്നാ പോട്ടെ, നാളെ ചെക്കപ്പിന് കൊണ്ടുപോയിട്ട് വിളിക്കാം. വാ മോനെ. വീട്ടുകാർക്ക് നമ്മളെ മാത്രമേ വേണ്ടാതുള്ളൂ, നമ്മുടെ കാശിനായിത്തൊന്നുമില്ല. ഞാൻ പെണ്ണായി ജീവിക്കാൻ പോവാന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയത് ഇവളാ. പക്ഷെ പാവാ. എന്നാലും അവൾക്ക് സുഖാണെന്നൊരു വാക്കെന്നോട് ചോദിക്കായിരുന്നില്ലേ? സാരമില്ല, ഇതൊക്കെയാണ് നമ്മുടെ ജീവിതം. നമുക്ക് നമ്മളെ ഉള്ളു അപ്പൂ. കഴിവും ബുദ്ധിയുള്ള കൊച്ചാ നീ. ആർക്കു വേണ്ടിയും തോറ്റു കൊടുക്കരുത്. ഇപ്പം നമ്മളെ തള്ളിപ്പറയുന്നവരെ കൊണ്ട് നാളെ നമ്മൾ അംഗീകരിപ്പിക്കാൻ നോക്കണം. അവിടെയാണ് നമ്മുടെ വിജയം. അതുകൊണ്ട് നീ ധൈര്യമായിട്ട് കോളേജിൽ പോയി പഠിച്ച് രക്ഷപ്പെടാൻ നോക്ക്.
കളിയാക്കാൻ വരുന്നവനോടൊക്കെ പോയി പണി നോക്കാൻ പറ. എന്നാ ഞാൻ പോട്ടെ, പിന്നെ കാണാം.